പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞെ, ഏത് സാഹചര്യമാണ് നിന്നെ ഇപ്പോൾ ബോധർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഒരു ദൈവവേദനല്ലേ? നിന്നെ ബോധർ ചെയ്യുന്ന ആ വെല്ലുവിളികൾ നിൻ്റെ കർത്താവിലുള്ള ആശ്രയത്തെ താർക്കാൻ നോക്കുന്നുണ്ടോ? എന്നാൽ ധൈര്യത്തോടെ, ഒരു കോൺഫിഡൻസോടുകൂടി എല്ലാ സർക്കംസ്റ്റൻസിനെയും ഫേസ് ചെയ്യുവാൻ നീ റെഡി ആയിക്കോണം. ഒരു ദൈവവൈതൽ ഓർക്കണം, കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. നാം ഓരോരുത്തരും അവൻ്റെ എന്നാണ് കർത്താവ് പറയുന്നത്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ഹിസ് ലവ്. അത് ഓർത്തോണം. അതുകൊണ്ട് ഒരിക്കലും നീ ഒരു റിജക്റ്റഡ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിൽ തോന്നുക പോലും വേണ്ട. ഇന്ന് അല്പനേരത്തെ ചിന്തിക്കേണ്ട മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. മാത്യു 6:25, 26 and 27. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷ ഉള്ളവർ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യവുമായിക്കോട്ടെ, നിന്നെ കെയർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്ന സമയത്ത് പോലും നമ്മുടെ, പ്രത്യേകിച്ച് ഞാൻ പറയാം, എൻ്റെ മനസ്സിൻ്റെ വാതിലിൽ മുട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ആ ചോദ്യങ്ങൾ വെൻ, വേർ എന്നൊക്കെ ഉള്ളതായിരിക്കും. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരാണെന്ന് നാം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വിടുതല. അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യവും നമുക്കറിയാം, പ്രതികൂലത്തിൻ്റെ മധ്യേ ദൈവം നമുക്ക് ഗൈഡൻസ് തന്ന്, നമുക്ക് വേണ്ട പ്രൊവിഷൻസ് തന്ന് കരം പിടിച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നമ്മുടെ ഓപ്ഷൻസ് ദൈവകൃപയിൽ ആശ്രയിച്ച് നീ ചെയ്യുക. അബ്രഹാമിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്നല്ലോ യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതം വെൻ, വേർ, വൈ ഇങ്ങനെയെല്ലാമുള്ള ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പനെ പറ്റിച്ചു, ഇസ്ഹാക്കിനെ അല്ലേ. എന്നിട്ട് അവൻ അനുഗ്രഹം മേടിച്ചു. എന്നിട്ട് ലാബാൻ്റെ വീട്ടിൽ പോയി വളരെ സേഫായിട്ട് അവിടെ ജീവിക്കാമെന്ന് കണ്ടാ ചെന്നത്. പക്ഷെ ലാബാൻ്റെ ചില വിഷയങ്ങൾ അവൻ്റെ ജീവിതത്തെ അവിടെ തളച്ചിട്ടു. ഒരുത്തിയെ സ്നേഹിച്ചു, അവൾക്ക് വേണ്ടി വർഷങ്ങൾ അവിടെ ചിലവഴിച്ചു. പിന്നെ 7 വർഷം കൂടെ ചിലവഴിച്ച് അവളെ വിവാഹം കഴിക്കാൻ തക്കൊണ്ട് തീരുമാനിച്ചു. 7 വർഷം കടന്നുപോയി. യാക്കോബ് ലാബാൻ്റെ മകളെ വിവാഹം കഴിച്ചതൊക്കെ നമുക്കറിയാം. എന്നാൽ യാക്കോബിന് പോലും അതിശയം പെരുമാറ്. യാക്കോബിന് മനസ്സിലായി താൻ കല്യാണം കഴിച്ചത് ലേയാണെന്ന്, മൂത്ത പുത്രിയാണെന്ന്, റേച്ചലിന് പകരം. അതുകൊണ്ട് യാക്കോബ് വളരെ അതിശയത്തോടെ വിളിച്ചു പറയുന്ന, തൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ഒരു വാക്യമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യമാണ്. ജെനസിസ് ചാപ്റ്റർ 29 വേഴ്സ് 25. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെ ചതിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമുക്ക് വേണമെങ്കിൽ ലേയെ റിജക്റ്റ് ചെയ്തത് കണ്ടുകൊണ്ടൊന്ന് എമ്പതൈസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും.
ചിലപ്പം അവളെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തിയ വഴക്കുകളൊക്കെ ചിലപ്പം നാം കേട്ടെന്നിരിക്കും. യാക്കോബിൻ്റെയും ലാബാൻ്റെയും റേച്ചലിൻ്റെയും എല്ലാം ജീവിതത്തിൽ എനിക്കാത്ത വിധത്തിലധികം കാര്യങ്ങൾ പോയി. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ശത്രുവിൻ്റെ ചില പോയിസൺ നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലേ. പിശാച് വരുന്നത് എന്നാത്തിനാണ്? നമ്മളെ മോഷ്ടിപ്പാനും കൊല്ലുവാനും ഒക്കെയാണ് അല്ലേ. പിശാച് വന്ന് നമ്മുടെ ആ കോൺഫിഡൻസ് അങ്ങോട്ട് നശിപ്പിക്കും. ദൈവത്തിലും നമ്മിലും എന്തുദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ ഇവിടെ കണ്ടിരിക്കുന്നു എന്നുള്ള ആ ഉദ്ദേശത്തെ മേലാൻ ചവിട്ടി മതിക്കുവാൻ ശത്രു ശ്രമിക്കും. നീ നിന്നോട് തന്നെ പറഞ്ഞാലും നീ മറ്റുള്ളവരോട് സംസാരിച്ചാലും വാക്കുകൾ പ്രാധാന്യമുള്ളതാണ്. വേർഡ്സ് മാറ്റർ. വാക്കുകളൊക്കെ കണ്ടെയ്നേഴ്സ് പോലെ. കാരണം വേർഡ്സിന് ചില നല്ലതിനെയും കാര്യം ചെയ്യാം, ചില ചീത്തയെയും കാര്യം ചെയ്യാം. അതുകൊണ്ട് സദൃശവാക്യം 18:21 പറയുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, ഇഷ്ടമുള്ളവർ അതിൻ്റെ ഫലം അനുഭവിക്കും. Child of God, let me tell you, your Father desires the best for you. റിജക്ഷൻ എന്നുള്ള വാക്കിനെ തോൽപ്പിച്ചെടുക്കുവാൻ്റെ കോണം സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും അക്സെപ്റ്റൻസിൻ്റെയും വാക്യങ്ങൾ ഒക്കെ നാം നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവം പൊഴിച്ചിട്ട് തരുന്ന വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവ് 31:3, ജെരമ്യ 31:3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്ത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ നീ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുഞ്ഞാ കേട്ടോ. യു ആർ ദ ഒബ്ജക്റ്റ് ഓഫ് ഗോഡ്സ് ഡിലൈറ്റ്. ഗോഡ്സ് ലവ് ഫോർ യു ഇസ് പേഴ്സണൽ, അൺകണ്ടീഷണൽ ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ്. അതുകൊണ്ട് നീ ഒരിക്കലും തകർന്നു ഒന്നും പോകരുത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈവറ്റായിട്ട് പോലും റിജക്ഷൻ നാം സഹിക്കുന്നത് ദൈവത്തിന് ദുഃഖകരമാണ്. പബ്ലിക്കായിട്ടോ അതിലും ദുഃഖകരമാണ് അല്ലേ. ലേയയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു റേച്ചലിനെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് യാക്കോബിന്. അതുകൊണ്ട് ലാബാനോ കൂടെ നിന്ന് 7 വർഷം കൂടെ അവനെ സേവിക്കാമെന്ന് പറഞ്ഞു. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ എനിക്ക് ഉൽപ്പത്തി പുസ്തകം 29:31 വാക്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. When the Lord saw that Leah was unloved, he enabled her to have children, but Rachel could not conceive. തുടർമാനമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണാം, ലേയ 4 മക്കളെ വൺ ആഫ്റ്റർ അനദർ ജനിപ്പിച്ചു. ആദ്യത്തെ അവന് രൂബേൻ എന്ന് പേരിട്ടു. ദൈവം എൻ്റെ കഷ്ടത കണ്ടു, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഇനി സ്നേഹിക്കുമെന്ന് പറഞ്ഞു. അത് ഉൽപ്പത്തി പുസ്തകം 29:32 വാക്യത്തിലാണ് അത് കിടക്കുന്നത്. എൻ്റെ ഭർത്താവ് ഇനി എന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ സങ്കടം കണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മകന് സിമിയോൻ എന്ന് പേരിട്ടു. അവിടെയും പറഞ്ഞു, The Lord heard that I was unloved and has given me another son എന്ന് പറഞ്ഞു. ആദ്യത്തേനകത്ത് കണ്ടു എന്ന, രണ്ടാമത്തേനകത്ത് ദൈവം കേട്ടു ഞാൻ അനിഷ്ടയാന്ന്. മൂന്നാമത്തെ സണ്ണിന് മകന് ലേവി എന്ന് പേരിട്ടു. അത് 34 വാക്യത്തിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ സമയം ഭർത്താവിനോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ പേരിട്ടു. 4 മണ്ണിന് 4-ാമത്തേന് യഹൂദ എന്ന് പേരിട്ടു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. സ്തുതിയെ നമ്മളെ വിടുവിക്കത്തുള്ളൂ ദൈവപൈതലേ. പിന്നീട് ലേയയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. ആദ്യത്തെ 3 കുഞ്ഞുങ്ങളുണ്ടായി. യാക്കോബിൻ്റെ സ്നേഹം അതിൽ കൂടി പിടിച്ചു പറ്റാമെന്ന് അവൾ വിചാരിച്ചു.
പക്ഷെങ്കിൽ അവളെന്താഗ്രഹിച്ചോ, എന്തേലും അവൾ ഫോക്കസ് ചെയ്തോ, എന്താ അവളുടെ ജീവിതത്തിൽ ലാക്ക് ചെയ്തിരുന്നോ, കുറഞ്ഞിരുന്നോ, പ്രൈസ് ലോർഡ്, അതെല്ലാം അവളിൽ നിന്ന് അകന്നുപോയി. ലേയുടെ സകല പ്രത്യാശയും നഷ്ടപ്പെട്ടു. യാക്കോബ് സ്നേഹിക്കുന്നുള്ള ആശ അവളുടെ ജീവിതത്തിൽ അറ്റുപോയി. ദൈവപൈതലേ, നിൻ്റെ ഇപ്പോഴത്തെ നിന്നെ ട്രബിൾ ചെയ്യുന്ന സർക്കംസ്റ്റൻസിൽ നിൻ്റെ ഫോക്കസ് എന്തിലാ? നീ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാ? മോർ റെസിസ്റ്റൻറ്റ് ടു യുവർ എഫേർട്സ് ആകാനാണോ? ലേയെപ്പോലെ സെയിം സംഗതി ഓവർ ആൻഡ് ഓവർ ചെയ്തിട്ട് പ്രത്യാശിച്ച് മുന്നോട്ട് പോകാനാണോ? എത്ര വ്യത്യസ്തമായ റിസൾട്ടാണ്, ഔട്ട്കമാണ് ഉണ്ടാകുന്നതെങ്കിലും നമുക്കൊരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവം ഒംനീഷ്യൻ്റാ, ഒംനിപ്രസൻറ്റാ, ഒംനിപൊട്ടൻ്റാ. ഏത് സാഹചര്യത്തിൽ കൂടെ നമ്മെ കടത്തി പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം അവൻ സർവശക്തനാ. അതിലുറച്ചു നിൽക്ക്. ദൈവം നിന്നെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളോട് പറ്റിച്ചേരുന്ന ദൈവമാണ്. ഇല്ലായ്മയും ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. വിശാലത തരുന്ന ദൈവമാണ്. സ്വർഗത്തിലെ ഇഷ്ടം ഞങ്ങളിൽ കൂടെ നിറവേറപ്പെടട്ടെ. ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നിൻ്റെ ഉദ്ദേശത്തിനും പദ്ധതിക്കും അനുസരിച്ച് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.